മലയാളത്തിലെ എണ്ണം പറഞ്ഞ ബ്യൂട്ടി വ്ളോഗർമാരിൽ ഒരാളാണ് മൈ വേ ബൈ കല്യാണി. ഒരുപാട് കേട്ടിട്ടുണ്ട്, വളരെ വലിയ മനുഷ്യനല്ലേ. അപ്പൊ ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഇങ്ങനെ നടക്കുന്നുണ്ട്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ബ്യൂട്ടി വ്ളോഗിങ് എന്ന് പറഞ്ഞാൽ അറിയാല്ലേ, ഒരു സാധനം കൊണ്ട് കാണിക്കും, ഇത് നിങ്ങൾ ഉപയോഗിക്കൂ, വെളുത്തിട്ട് പാറ് എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങളെ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തും, അവരെന്നിട്ട് പൈസ മേടിച്ചോണ്ട് വീട്ടിൽ പോകുന്ന പരിപാടി. ഇതാണ് ചേച്ചി. ഇതുപോലെ പ്രൊമോഷൻ നടത്തി ഏറി പോയിട്ടുള്ള വ്യക്തി കൂടിയാണ്. എന്താണെങ്കിലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാം. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഇന്ന് രാവിലെ അപ്പുക്കുട്ടന് സ്കൂൾ അവധിയാണ്, പക്ഷെ സീച്ചറിന് ജോലിക്ക് പോകണം, അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കേട്ടോ. ഇപ്പൊ ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞു ഒരുപാട് പേര് ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാനിതെല്ലാം കഴിഞ്ഞ ഒരു പരിധിയിൽ നമുക്ക് സംസാരിക്കാന്ന് വിചാരിച്ചു, പക്ഷെ വിത്ത് എവിഡൻസ് ആയിട്ട് ഞാൻ വലിയൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. എന്താ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാ, നമ്മളെ ഒരു സ്ഥാപനം ഭയങ്കരമായിട്ട് പറ്റിച്ചു. എന്നെ പറ്റിക്കാൻ നോക്കിയാലുണ്ടല്ലോ, പെരുവിരലിൽ നിർത്തി കറക്കും ഞാൻ. എന്റെ മുഖത്ത് ഒരു പാട് വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കേണ്ട ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് കുറവങ്കോണത്തുള്ള ഒരു സ്ഥാപനത്തിൽ പോയി. വെറുതെയെങ്കിലും ഒരല്പം പ്രതീക്ഷ എനിക്കിപ്പോഴും ബാക്കിയുണ്ട്. ഡോക്ടേഴ്സിനെ അറിയിക്കണം. അവിടെ ഇരിക്കുന്ന 2 ഡോക്ടേഴ്സ് നമ്മൾ വല്ലാണ്ടങ്ങ് വിശ്വസിക്കും. നമ്മളിങ്ങനെ മനസ്സിലൊന്നും വിചാരിക്കുന്നില്ലല്ലോ. നിങ്ങൾ ആരോടായി പറയുന്നത്? ഇതെന്താ ആളെ ഫൂളാക്കുക? പക്ഷേ ഇവര് BDSഉം MBBSഉം പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഒരു കോഴ്സ് ഉണ്ടല്ലോ, വിവരക്കേട് പറയാതെ സ്ത്രീയെ, ഡെർമറ്റോളജിയുടെയും കോസ്മെറ്റോളജിയുടെ ഒക്കെ, അത് പഠിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ വളരെ വൈകിയാണ് അറിഞ്ഞത്. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ അടിച്ചു മാറ്റിയതാ. ഇതെല്ലാം തിരക്കി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ബില്ല് ചോദിച്ചു കേട്ടോ. അപ്പൊ നമ്മുടെ ബില്ല് അവര് ഭയങ്കര കള്ളത്തരമായിട്ടാ തന്നത്. നല്ല കഥ. ഇതൊക്കെ നമ്മുടെ ഫയല് ചോദിച്ചു, അത് തരില്ല, ബില്ല് തരില്ല. അങ്ങനെ നമ്മൾ പോലീസിൽ കേസ് കൊടുത്തു. ഞാൻ ഇതിന്റെ പേരിൽ ഉണ്ണിത്താൻ കോടതി വരാൻ കയറി ഇറങ്ങും. എന്റെ വീട് പണയം വെച്ചിട്ടായാലും ശരി, തന്നെ ഞാൻ അഴി എണ്ണിക്കും, നോക്കിക്കോ. അതിന്റെ ഒരു ടെൻഷനും എനിക്കിങ്ങനെ ഒരാൾ ഇതുപോലെ ഇങ്ങനെ ചീറ്റ് ചെയ്യും എന്നുള്ളത് എന്റെ മനസ്സ് അംഗീകരിക്കാത്ത എന്റെ വിഷമവും സങ്കടങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഇത്രയും നാൾ. ഒന്ന് കരഞ്ഞൂടെ നിനക്ക്, ആരും കാണാതെ? കാര്യം സ്കിന്ന് റെഡി ആയാലേ ബിസിനസ് വളരത്തുള്ളൂ. മറ്റേ ക്രീം തേച്ചിട്ട് പണി കിട്ടിയാന്ന് പറയാൻ പറ്റില്ല. അയ്യോ, അതെന്റെ ട്രേഡ് സീക്രട്ടാ, ഞാൻ പുറത്തു പറയില്ല. അന്നേരം അതിനൊരു പുതിയ കഥ. ഇവരുടെ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്തിട്ട് എന്റെ സ്കിന്ന് കറുത്തുപോയി, അതൊരു കഥയായിട്ട് ഇറക്കാമല്ലോ. മനസ്സിലായോ? എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ട് ഉപ്പിലിട്ട് വെക്കുക. അതാകുമ്പോ ഒരു ജസ്റ്റിഫിക്കേഷനും ആവും. അല്ലാതെ ക്രീം തേച്ച് കറുത്തിയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൾക്കാരെടുത്ത് വെച്ച് പൊങ്കാലിടും. കാരണം ബ്യൂട്ടി വ്ളോഗർ നെയിം ടാഗ് അതുണ്ടായോണ്ട്. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. ആദ്യം കേസ് എടുക്കേണ്ടത് ഹസ്ബൻഡിന്റെ പേരിലാണ്. പോലീസ് ആണെന്നാണ് ആദ്യം പറഞ്ഞതെന്ന് പേടിപ്പിക്കാൻ നോക്കിയതായിരിക്കും. പിന്നീട് അവർ ചോദിച്ചു എവിടുത്തെ പോലീസ് ചോദിച്ചു, വേറെ വെഹിക്കിൾ ഇൻസ്പെക്ടർ അന്നേരം ഉള്ളത് പറഞ്ഞു. ഇവൻ കള്ളനാണെന്ന് എനിക്കറിയാം. സാർ ഏത് സ്റ്റേഷനിലെയാ? മൂലമുടി സ്റ്റേഷനിലെയാണോ? അങ്ങനെ ഇന്ന സ്റ്റേഷനൊന്നുമില്ല. എന്തുവാടേ കൊളാബിന് വേണ്ടിട്ട് ദാഹിക്കുന്ന കല്യാണിയോ? ഏത് ദാഹമല്ല, ഇത് എരക്കല. കൊളാബിന് വേണ്ടി കിടന്ന് എരക്കുന്നു. അഭിപ്രായം. എന്തൊരു കച്ചറ സ്വഭാവം. ഇതെല്ലാം വേദം കുറച്ച് ചാണകം വാരി തിന്നൂടെ എനിക്കൊക്കെ. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.